പുലിക്കളി സംഘങ്ങൾ പ്രക്ഷോഭത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് പ്രഖ്യാപിച്ച കേന്ദ്ര ഫണ്ട് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം. 2025 പുലിക്കളി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള 3 ലക്ഷം രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് 11 പുലിക്കളി സംഘങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഇതിന്റെ ആദ്യപടിയായി പുലിക്കളി സംഘങ്ങളുടെ പ്രതിനിധികൾ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഒത്തുകൂടി പ്രതിഷേധമറിയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം ജില്ലാ കളക്ടറെയും തുടർന്ന് തൃശൂർ MP സുരേഷ് ഗോപിയെയും കണ്ട് ചർച്ച നടത്തുമെന്നും സംഘങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് പുലിക്കളി സംഘങ്ങൾക്കെല്ലാം ആശ്വാസം നൽകും വിധം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായ പ്രഖ്യാപനം ഉണ്ടായത്. ടൂറിസം വകുപ്പിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം അനുവദിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ 2 വർഷമായി സൗത്ത് സോൺ കൾച്ചർ സെന്ററിന്റെ ഭാഗത്തുനിന്ന് 1 ലക്ഷം രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട്. 2 ധനസഹായത്തിനുമായുള്ള രേഖകളെല്ലാം DTBC വഴി കൈമാറിയിട്ടും സൗത്ത് സോൺ കൾച്ചർ പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപയെ ലഭിച്ചുള്ളൂവെന്നും ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപ 10 മാസമായിട്ടും ലഭ്യമായില്ലെന്നും പുലിക്കളി കൂട്ടായ്മ കൺവീനറും സീതാറാം വിൽദേശം പുലിക്കളി സമിതി ജനറൽ സെക്രട്ടറിയുമായ K. കേശവദാസ് പറഞ്ഞു. ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപ ഇതുവരെ കഴിഞ്ഞ 10 മാസമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു ടീമുകൾക്കും ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഈ കാര്യം അന്വേഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തെ, പ്രത്യേകിച്ച് കളക്ടറെ നമ്മൾ നേരിട്ട് എല്ലാ ടീമുകളും കൂടി പോയി കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്താണ് കളക്ടർ അതിൻ്റെ ഒരു സാങ്കേതികത്വം നമ്മളോട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ അതിൽ ചില മാനദണ്ഡങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നും ഇതൊരു സഹായധനമല്ല, അതിന് പകരം അതൊരു സ്പോൺസർഷിപ്പാണെന്നുള്ള കാര്യവും അപ്പോഴാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ ഇത് ഞങ്ങളായിട്ട് യാതൊന്നും ഇതുവരെ ഒരു കാര്യത്തിലുള്ള ഈ കഴിഞ്ഞ 10 മാസമായിട്ട് യാതൊരു തരത്തിലുള്ള കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷവും അപ്പോൾ സഹായധനമായിട്ടാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തുക ഇന്ന് എല്ലാ സംഘങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ധനസഹായം ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് ധനസഹായമല്ല സ്പോൺസർഷിപ്പാണെന്ന് മനസ്സിലായതെന്നും സഹായധനമായി പ്രഖ്യാപിച്ച തുക കിട്ടണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നും ഇവർ പറയുന്നു. TCV തൃശൂർ.